മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 58. കവളിന് മുകളിൽ ഇടതടവില്ലാതെ പതിയുന്ന ഇളം ചൂടും നനവുമാണ് ചുമ്മുവിനെ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി ഉണർത്തിയത്. കണ്ണുകൾ ചിമ്മി തുറന്നവൾ ആദ്യം ഒരു പകപ്പിലായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നതും ചുറ്റും നോട്ടം പായിച്ചതും. തനിക്ക് ഇടതുവശത്തായി തൊട്ടരികിൽ കിടക്കുന്ന കണ്ണനെയാണ് ചുമ്മാ ആദ്യം കണ്ടത്. കണ്ണും പൂട്ടി വായിത്തിരി തുറന്നു പിടിച്ചുകൊണ്ട് കമിഴ്ന്നു കിടന്ന് ഗാഠമായ ഉറക്കത്തിലാണ് ആള്. മാധവിൻ്റെ വലത്തെ കൈ മാത്രം തൻ്റെ വയറിന് മുകളിൽ കൂടി ചുറ്റിപ്പിടിച്ചിട്ടുണ്ടെന്ന് അവളപ്പോൾ ശ്രദ്ധിച്ചു. പെണ്ണാദ്യം ചെയ്തത് സ്വന്തം ദേഹത്തു നിന്നും കണ്ണൻ്റെ കൈയെടുത്ത് മാറ്റുക എന്നതായിരുന്നു. എന്നിട്ട് വളരെ ബന്ധപ്പെട്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഷെടാ, ഇതിപ്പോൾ ആരാ എനിക്ക് ഉമ്മ തന്നേ? കവളിന് മുകളിൽ ആരുടെയോ ആദരങ്ങളുടെ ചൂട് ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ ചുമ്മുവിന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ താൻ വല്ല സ്വപ്നവും കണ്ടതാണോ? പെണ്ണിൻ്റെ കൈവിരലുകൾ വലത്തെ കവളിന് മുകളിൽ കൂടി ഒന്ന് തൂത്തുവിട്ടു. അതോ ഇനി കണ്ണേട്ടനെങ്ങാനും? പൊടുന്നനെ ചുമ്മുവിൻ്റെ കൂർത്ത നോട്ടം ബെഡിൽ കമിഴ്ന്നു കിടന്ന മാധവിന് നേർക്കായി. പക്ഷെ കണ്ണൻ്റെ ആ കിടപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അവൾക്ക് സംശയിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും അവനിൽ അവൾ കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നം കണ്ടതായിരിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെ മെല്ലെ അവൾ ബെഡിൽ നിന്നും താഴെ ഇറങ്ങി. ഇട്ടുമാറുവാനുള്ള തുണിയെ എടുത്തുകൊണ്ട് മെല്ലെ ബാത്റൂമിലേക്ക് കയറുമ്പോഴും പെണ്ണൊരിക്കൽ കൂടി എന്തിനോ വേണ്ടി അവനെ തിരിഞ്ഞു നോക്കി. ഒരിത്തിരി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അണുവിടം ചലിക്കാതെ അപ്പോഴും അതേ രീതിയിൽ കിടക്കുകയായിരുന്നു നമ്മുടെ കഥാനായകനായ കണ്ണൻ. വെറുതെ ഇങ്ങേരെ സംശയിച്ചു. അങ്ങനെ മനസ്സിൽ പെറുപെറുത്തുകൊണ്ട് ഡോറടച്ച് കുളിക്കുവാനായി തുടങ്ങിയവൾ. അതേസമയം ബെഡിന് മുകളിൽ ഉറങ്ങാതെ കമിഴ്ന്നു കിടക്കുന്നവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പെണ്ണെങ്ങാനും ബോധത്തോടെ ആയിരുന്നെങ്കിൽ ഇന്നെൻ്റെ 16 അടിയന്തരം നടത്തിയേനെ. തിരിഞ്ഞു കിടക്കുമ്പോൾ അവൻ മനസ്സിലോർത്ത് ചിരിച്ചു. ഹാ, ഇതാര്? എന്തായാലും മേലെയിടത്തെ ഇളമുറത്തമ്പുരാട്ടി സൂപ്പറായിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന ലെമണല്ലോ നിറത്തിലുള്ള ഷർട്ടിൻ്റെ ലോങ് സ്ലിങ് മടക്കി വെച്ചുകൊണ്ടിരുന്ന കണ്ണൻ പൊടുന്നനെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വേദയെ കണ്ട് ഒരു നിമിഷം കണ്ണ് വിഴിച്ച് നിന്നുപോയി. ഒരു സിമ്പിൾ പിസ്ത ഗ്രീൻ നിറമുള്ള കുർത്തിയും ഓഫ് വൈറ്റ് ആംഗിൾ ലെങ്തിൽ ലെഗിനുമായിരുന്നു ചുമ്മു ധരിച്ചിരുന്നത്. തോളറ്റം വരെയുള്ള മുടി വെറുതെ അഴിച്ചിട്ട് നെറ്റിയിൽ ചെറിയൊരു കറുത്ത പട്ടപ്പട്ടം കൊത്തി നിന്നവളെ കാണാൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എപ്പോഴും മോഡേൺ ഡ്രസ് മാത്രം ഇട്ട് നടക്കുന്നവൾ വല്ലപ്പോഴും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇടുമ്പോൾ ആരായാലും പിന്നെ ഒന്ന് നോക്കി നിന്ന് പോയില്ലേ? ഇവിടെ കണ്ണനും അത് തന്നെയാണ് പറ്റിപ്പോയത്. ഇളമുറത്തമ്പുരാനും മോശമല്ല. അവളിൽ നിന്ന് ഉടനടി മറുപടി വന്നു. പിന്നീട് അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് പെണ്ണ് നേരെ ചെന്ന് സോഫയിലേക്കിരുന്നു. ആഹാ, നാക്കിങ്ങ് തിരിച്ചെത്തിയല്ലോ. ഇപ്പോഴാ നീ ഒന്ന് ഉഷാറായത്. അവളുടെ മാറ്റത്തിൽ കണ്ണൻ ഏറെ സന്തോഷിച്ചു. പക്ഷേ അതിനു മാത്രം അവളിൽ നിന്ന് ഉത്തരവൊന്നും വന്നില്ല. കയ്യിലിരുന്ന ഫോണിൽ പങ്കുവിനോടുള്ള ചാറ്റിൽ മുഴുകിപ്പോയിരുന്നു പെണ്ണ്. പോകാം. ഫോണും വാലറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായി തുനിഞ്ഞവൻ സെറ്റിയിലിരിക്കുന്നവളെ നോക്കി പറഞ്ഞു. തോളിൽ കിടക്കുന്ന ഷാൾ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് മാധവിന് പിന്നിലായി നടന്നു. റിസോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മണി 4:30 കഴിഞ്ഞിരുന്നു. 5 മണിക്കാണ് കുടുംബക്ഷേത്രത്തിലെ നട തുറക്കുന്നത്. നടന്നു പോകുവാനുള്ള ദൂരമേ ഉള്ളൂവെങ്കിലും ചുമ്മുവിൻ്റെ അവസ്ഥയോർത്ത് കണ്ണൻ റിസാർട്ടുകാരോട് സംസാരിച്ചൊരു വണ്ടി റെൻറ്റിനെടുത്തിരുന്നു. കേറ്, പോവാം. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നതിനിടയിൽ അവൻ ചുമ്മുവിനെ നോക്കി ആംഗ്യം കാട്ടി. അവൾ നേരെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് ഡോറടച്ചു. റിസോർട്ടിൻ്റെ ഗേറ്റും കടന്ന് വണ്ടി നേരെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മാധവിൻ്റെ മനസ്സിൽ സന്തോഷം മാത്രമായിരുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെ പരസ്പര ഇഷ്ടത്തോടെ ചുമ്മു ഒന്നിച്ചിട്ടുള്ള ഒരു യാത്ര ഉണ്ടായിട്ടില്ല. ഇന്നവൾ പൂർണ്ണ മനസ്സോടെ ഒരേ മുറിയിൽ ഒരേ വണ്ടിയിൽ തന്നോടൊപ്പം സമയം ചിലവഴിക്കുന്നു. തന്നെ കാണുമ്പോഴൊക്കെ വെറുപ്പോടെയും ദേഷ്യത്തോടെയും മാത്രം മുഖം തിരിക്കുന്നവൾ ഇന്ന് സമാധാനത്തോടെ ശാന്തമായി തന്നോട് സംസാരിക്കുന്നു. വയ്യാഞ്ഞിട്ടാവാ എന്ന് ചിന്തിച്ചുവെങ്കിലും വീരശൂര പരാക്രമിയായ ഈ പെണ്ണിന് മനസ്സിലൊരു സോഫ്റ്റ് കോണില്ലാതെ
ഒരിക്കലും എന്നോടിങ്ങനെ പെരുമാറില്ല. അത് 100% സത്യവുമാണ്. കാറിനുള്ളിൽ നിന്നും ഉയരുന്ന മെലോഡി സിംഗ് കേട്ടുകൊണ്ട് സീറ്റിൽ ചാരി കിടക്കുന്നവളെ കാണുന്തോറും മാധവിന് ഇതിൽ പരം ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. 5-10 മിനിറ്റ് വണ്ടി ഓടിയതും അകലെയായി ക്ഷേത്രഗോപുരം കാണാനായി കഴിഞ്ഞു. ഇറങ്ങ്. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തായി ചെന്ന് വണ്ടി നിർത്തി ഇറങ്ങുന്നതിനിടയിൽ അവൻ ചുമ്മുവിനോട് നിർദ്ദേശിച്ചു. രണ്ടുപേരും ഒട്ടൊരു വെപ്രാളത്തോടെയാണ് കാട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. കാരണം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്പലവും പരിസരവും എല്ലാം നല്ല തിരക്കായിരുന്നു. അകത്ത് കയറി തൊഴുതു നിൽക്കുമ്പോഴേക്കും നേരെ ഇരുട്ടുമല്ലോ. കത്തിക്കാനുള്ള തിരിയും മൺചിരാതും വാങ്ങിക്കുവാനായി ചുമ്മുവിനെ വണ്ടിക്കരികിൽ നിർത്തിയിട്ട് ക്ഷേത്ര പരിസരത്തെ ഒരു കടിയിലേക്ക് കയറിയവൻ ആൾക്കൂട്ടത്തെ കണ്ട് പതറിപ്പോയി. ഒരു വിധത്തിൽ തിക്കിനിടയിൽ ക്യൂ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ ചുമ്മുവിൻ്റെ അരികിലേക്ക് എത്തിയപ്പോഴേക്കും സമയം 1/2 മണിക്കൂർ അങ്ങനെ അങ്ങ് കഴിഞ്ഞു കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിലാണ് ചുമ്മുവിൻ്റെ കൈയും പിടിച്ചവൻ മതിൽക്കെട്ടിനുള്ളിലേക്ക് കയറിയത്. തിരക്കിനിടയിൽ പെട്ടുപോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വേദ പിന്നീട് അവനെ തടയാനും പോയില്ല. അവനോടൊപ്പം വളരെ ബന്ധപ്പെട്ട് അവളും കാലുകൾ നീക്കി. അകത്ത് ധ്വജസ്തംഭത്തിന് മുൻപിലായി കാണുന്ന വലിയൊരു കൽവിളക്കിന് മുന്നിലേക്ക് കണ്ണൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. കല്യാണം കഴിക്കുവാനായി പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കെട്ടുകഴിഞ്ഞ് ഭർത്താക്കന്മാരോടൊപ്പം വന്ന സുമംഗലികളും മക്കൾക്ക് വേണ്ടി തിരിതെളിയിക്കാൻ വന്ന അമ്മമാരും അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ ആ കൽമണ്ഡപത്തിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. ഇവിടെ ദീപം തെളിയിച്ചിട്ട് വേണം കയറിയ ദേവിയെ തൊഴുവാനായി പോകാൻ. അച്ചമ്മ പറഞ്ഞു കൊടുത്ത ക്ഷേത്രാചാരങ്ങൾ ഓർമ്മയുള്ളത് കൊണ്ടാവാം കണ്ണൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത്. പെണ്ണും മറുപടിയൊന്നും നൽകിയില്ലെങ്കിലും അവൻ പറഞ്ഞത് കേട്ട് ഒന്ന് മൂളി സമ്മതിച്ചു. ഒരു വിധത്തിൽ കാത്തു നിന്ന് അവനൊടുവിൽ കൽവിളക്കിന് മുൻപിലായി എത്തിച്ചേർന്നു. മൺചിരാതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ടതിന് ശേഷം ഇരുവരും ഒരുമിച്ച് ദീപം തെളിയിച്ചു. ശേഷം അതെടുത്ത് കൽവിളക്കിന് മുകളിലേക്ക് എടുത്തു വെച്ചു. ദീപം തൊട്ട് തൊഴിച്ച് പ്രാർത്ഥിച്ചു തിരിഞ്ഞതും പിന്നിൽ നിന്നുള്ള തള്ളിൽപ്പെട്ട് ചുമ്മൂന്ന് മുന്നിലേക്ക് ആഞ്ഞു പോയിരുന്നു. പക്ഷെ നൊടിയിടയിൽ കണ്ണൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതുകൊണ്ട് മാത്രം പെണ്ണിൻ്റെ നെറ്റി കൽവിളക്കിൽ ഇടിച്ചില്ല. അത് അപ്രതീക്ഷിതമായതിനാലാവും ചുമ്മു ഒന്ന് പതറിപ്പോയിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലെ ആ ശബ്ദങ്ങൾക്കിടയിലും മാധവിൻ്റെ ഹൃദയം വല്ലാതെ ഉച്ചത്തിൽ മിടിക്കുന്നത് ചുമ്മുവിന് കേൾക്കാനായി. എന്തിന്? എന്തുകൊണ്ട്? ഈ 2 ചോദ്യങ്ങൾ മനസ്സിൽ നിന്ന് ഉയർന്നുവെങ്കിലും അതവനോട് ചോദിക്കുവാനോ പറയുവാനോ പെണ്ണിന് തോന്നിയില്ല എന്നതാണ് സത്യം. വീട്ടിൽ ചെല്ലുന്നിടം വരെ തൻ്റെ മേൽ ആളിന് മാത്രമാണല്ലോ റെസ്പോൺസിബിലിറ്റി എന്നൊരു ടെമ്പററി ഉത്തരവും അവൾ തന്നെ ഇതിനിടയിൽ കണ്ടുപിടിച്ചിരുന്നു. എങ്കിലും തിരക്കിനിടയിൽ നിന്നും പുറത്തേക്ക് വരുന്നതുവരെ അവൻ അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചു. പിന്നീട് അകറ്റി മാറ്റി നിർത്തി. സൂക്ഷിച്ച് നടക്ക്. ശ്രീകോവിലിൻ്റെ നേർക്ക് നടക്കുന്നതിനിടയിൽ കരുതൽ പോലെ ചെക്കൻ്റെ ശബ്ദം അവളുടെ ചെവിയോരം പതിഞ്ഞു. ഉത്തരം കിട്ടാത്ത കുറേയേറെ ചോദ്യങ്ങളുമായി ചുമ്മു അവന് പിന്നാലെ അനുഗമിച്ചു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ ഉറപ്പായിട്ടും വരാം. ബൈ ബൈ.